ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു കാര്യമാണ് പറയാനുള്ളത്. അതായത് തലപതി വിജയ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞിട്ടുള്ള TVK അല്ലെ, തമിഴ വെട്രിക്കഴകം ഒരു പുതിയ എന്താ പറയാ പാർട്ടി രൂപീകരിച്ചു. 2026 വരുന്ന ലോക്സഭ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയുന്ന പോലെ MGR അതുപോലെ കുറെ ആളുകളുണ്ട് സിനിമയിൽ വന്ന് ഭയങ്കര വിജയം രാഷ്ട്രീയത്തിൽ സ്വന്തമാക്കിയിട്ടുള്ള ആളുകൾ. പക്ഷെ അതിനുശേഷം നമ്മളൊക്കെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തന്നെ നടന്മാരെ ദൈവതുല്യമായി കാണുന്ന ഒരു നാടാണ്. നടന്മാര് വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സ്വീകാര്യത രാഷ്ട്രീയത്തിലും കിട്ടാറുണ്ട് എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിനുശേഷം അങ്ങനെ വലിയൊരു സ്വീകരണമൊന്നും പല നടന്മാർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ വിജയ് വരുമ്പോൾ വീണ്ടും അന്ന് പണ്ടുണ്ടായിരുന്ന പോലെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അതിനോട് സാമ്യം നിൽക്കാവുന്ന രീതിയിൽ ഒരു സ്വീകരണം കിട്ടുകയും വലിയ വിജയം കൈവരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സിനിമയിലുള്ള ആളുകളടക്കം പല ആളുകളും ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് TVK. പുള്ളി അതിനുശേഷം നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളാണെങ്കിലും പല മീറ്റിങ്ങുകളാണെങ്കിലും അതെല്ലാം നടത്തിയിട്ടുള്ള വലിയ വലിയ ഫംഗ്ഷൻസ് ആണെങ്കിലും ഒക്കെ അതിലൊക്കെ വലിയ രീതിയിൽ കത്തിപ്പടരുന്ന പോലെ തന്നെ പുള്ളി സംസാരിച്ചിട്ടുമുണ്ട്. അതിനൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പക്ഷേ കാണാൻ വന്നിട്ടുമുണ്ട്. അത് വിജയ് ആണ്. വിജയ് എന്ന് പറഞ്ഞ പേരിന്റെ ഒരു ബ്രാൻഡാണ്. അദ്ദേഹം സിനിമയിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള ആ ഒരു പവർ അത് തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമുണ്ട്. പോരാത്തതിന് ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കൂടെ വരണമെങ്കിൽ അത് ഹിറ്റ് ആണെങ്കിൽ അതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് 100% അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ അടുത്ത് അവിടെ ഈ നോമ്പ് റമദാനുമായി ബന്ധപ്പെട്ട് ഒരു ഇഫ്താർ പുള്ളിക്കാരൻ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ നോമ്പ് തുറ സംഘടിപ്പിക്കുകയും അതിന് പുള്ളി നിസ്കരിക്കുകയും അതിന് പുള്ളി എല്ലാവരുടെയും കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര, സ്വാഭാവികമായിട്ടും പുള്ളി ഒരു എന്ത് നടത്തി കഴിഞ്ഞാലും സപ്പോർട്ട് ഉണ്ടാവും. കുറച്ച് വിഭാഗം ആളുകൾ അതിന് നെഗറ്റീവ് അടിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. എസ്പെഷ്യലി BJP ഭാഗത്തുനിന്നുള്ള കുറെ ആളുകൾ. അതല്ലാതെ അവിടെ പുള്ളിയുടെ എതിർ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന പല ആളുകൾ, സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുള്ള പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ. അതല്ലാതെ ഒരു വിഭാഗം ആളുകൾ നിസ്കാരം ശരിക്കും പഠിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കുറെ ആളുകൾ പറയുന്നുണ്ട്. പുള്ളി നിസ്കാരം കറക്റ്റ് അല്ല ചെയ്തിട്ടുള്ളത്, പക്ഷെ ആ കൂട്ടത്തിൽ ഒപ്പം നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അവിടെ നിന്ന് ആളുകൾക്കോ മറ്റ് ആളുകൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ മതപണ്ഡിതന്മാർക്കോ ആർക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അതെന്തിനാണ് നമ്മൾ പ്രശ്നമാക്കുന്നത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ഇനി പ്രഹസനം എന്ന രീതിയിൽ, അതായത് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് എന്തൊക്കെ കാണണം അല്ലെ, ചെറിയ കുട്ടീനെടുക്കുന്നു, മൂക്ക് തുടച്ചു കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, ഒഴിപ്പിക്കുന്നു, ഇതൊക്കെ നമ്മൾ തമാശയിലടക്കം കോമഡി സ്കിറ്റുകളിലടക്കം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഈ പറയുന്ന കളിയാക്കുന്ന എല്ലാ ആളുകളും ഇത്തരത്തിൽ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പോ ഏറ്റവും ഞാൻ ഓരോ ആളുകൾ എടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരു വലിയ സംഭവം പറയേണ്ടത്, ഞാൻ പറഞ്ഞ BJP ഭാഗത്ത് വന്നിട്ടുള്ള മലയാളികളായിട്ടുള്ള പല ആളുകളും പറയുന്ന ഒരു കമന്റ്, പ്രഹസനം കാണിച്ചു, അവിടെ പോയി അവരുടെ അകത്ത് ഇങ്ങനെ ചെയ്തു, അവരുടെ കൂടെ നിസ്കരിക്കാൻ ശ്രമിക്കുന്നു, എന്തൊക്കെ കാട്ടിക്കൂട്ടലാണെന്ന്. ഇത് ഞാൻ ഈ ഒരു ആളുകൾ പറഞ്ഞുകൊണ്ട് മാത്രമാട്ടോ, അല്ലാതെ പേഴ്സണലി ഇത് എടുത്ത് പറയാൻ അതൊരു ആഗ്രഹമില്ല. കാരണം പുള്ളിക്കെതിരായിട്ട് വരുന്ന ആളല്ല മിസ്റ്റർ സുരേഷ് ഗോപി, നമ്മൾക്കൊക്കെ അറിയാവുന്ന വ്യക്തി. പുള്ളിക്കാരൻ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ടുണ്ട്, ഇഫ്താർ പങ്കെടുത്തിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അന്ന് ആർക്കും ഒരു പ്രശ്നമില്ല. ഇന്ന് എന്തിനാണ് ഇത്ര ഗുരു കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നല്ല, സത്യത്തിൽ അദ്ദേഹത്തിന് തരം താഴ്ത്താൻ വേണ്ടി നമ്മൾ ചെയ്തപ്പോ ഓഹോ അവർ ചെയ്തത് ആ സംഭവം അത്രേ ഉള്ളൂ. അല്ല, അതിലൊന്നും ഒന്നും പറയാനില്ല. പിന്നെ പുള്ളി അത് സംഘടിപ്പിച്ചു എന്ന് പറയുന്ന ഈ ഇലക്ഷൻ വന്നപ്പോൾ ഉള്ള പ്രഹസനം എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. ഇതിനു മുമ്പ് 2018 പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പല പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ കുറിച്ചുള്ള പല വാർത്തകൾ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ വിജയ് ആരാധകരാണെങ്കിൽ എന്തായാലും അറിയും, അല്ലാത്തവർക്ക് അത് അറിയണമെന്നില്ല. പണ്ടേ പുള്ളി ഇത് കാണിക്കാറുണ്ട്. ഒരുപാട് 2018 അങ്ങോട്ട് തുടങ്ങി കുറെ വർഷങ്ങളായിട്ട് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2018, 19, 20, 25, 7 വർഷമായി. അതിന് മുമ്പുണ്ടെന്ന് പറയപ്പെടുന്നത്, എനിക്ക് അതിന് മുമ്പുള്ളൊന്നും എന്റെ ഓർമ്മകളും ഇല്ല. പക്ഷെ ഏകദേശം 2018 സമയത്തൊക്കെ ഉള്ള പല വീഡിയോസും ഇപ്പോഴും അവൈലബിൾ ആണ്. മുമ്പുള്ളതുണ്ടോ എനിക്കറിയില്ല. അപ്പോ അതിന്റെ ഒരു പോസ്റ്റർ, എന്റെ ട്രോൾ വന്നൊരു സാധനം തന്നെ ഞാൻ അവിടെ വെക്കാം. അപ്പൊ അങ്ങനെ അന്ന് മുതലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ന് ഇലക്ഷൻ കാര്യങ്ങൾ വരികയും ഇദ്ദേഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും അത് അനൗൺസ് ചെയ്യുകയും അതിനെ സംബന്ധിച്ച് പല വാർത്തകൾ വരികയും പുള്ളി തന്നെ അത് ഭയങ്കരമായിട്ട് അതിന്റെ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. പണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളോടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് അദ്ദേഹം തമിഴ്നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന പല രാഷ്ട്രീയ കൊള്ളക്കെതിരെയും രാഷ്ട്രീയ എന്താ പറയാ വേട്ടയാടലിനെതിരെയും പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. കത്തി എന്ന് പറഞ്ഞ സിനിമയിലടക്കം അങ്ങനെ പല സിനിമകളുടെയും പുള്ളിയുടേതായിട്ടുള്ള
കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിലോ 4 മിനിറ്റിലോ വരുന്ന ചെറിയ സീനിൽ തന്നെ വളരെ സ്ട്രോങ് ആയി തന്നെ, അത് BJP-ക്കെതിരെയും അവിടെ നിൽക്കുന്ന മറ്റു പാർട്ടിക്കെതിരെയും എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ കണ്ടുവരുന്ന, ഈ ലോകത്തിന് കണ്ടുവരുന്ന, നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിലൊക്കെ പുള്ളിയുടെ പൊളിറ്റിക്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹം അത് പ്രത്യക്ഷമായി അന്ന് ആ സിനിമയിലൂടെ പറഞ്ഞിരുന്നത് ഇപ്പൊ പുള്ളിനെ ഇറങ്ങി നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് മൈക്കും സംഭവങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ വെച്ച് പറയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഇഫ്താർ സംഘടിപ്പിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വാർത്തയാവും. അന്നത് വാർത്തയായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അന്നും വിജയ് ഇത് ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇന്ന് നടത്തുമ്പോൾ പ്രഹസനം എന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇന്നത് വാർത്തയായിട്ടുണ്ടെങ്കിൽ, ഇന്ന് പുള്ളി കാണിക്കുന്ന പല സംഭവങ്ങൾ നിങ്ങൾ കോമാളിത്തരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അത് അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ചെറിയൊരു ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് നടത്തിയിട്ടുള്ള പല വീഡിയോസും പല ഫോട്ടോസും ക്ലിപ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് കണ്ടതിന് ശേഷം പറയാം. ശരിയാണ്, പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പുള്ളി നല്ല രീതിയിൽ ഒരു ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. നടൻ എന്നതിൽ നിന്ന് മാറി പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലേക്ക് പുള്ളി അതിനെ കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ടാവും. കാരണം എത്രയോ വർഷങ്ങളായി പ്ലാൻ ചെയ്തിട്ടാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പുള്ളിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുകളുണ്ട്. പുള്ളി ജയിക്കാൻ വേണ്ടത് എന്തും ചെയ്യും. അല്ലാതെ വെറുതെ ഒരാൾ എന്നാ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചേക്കാം, എന്നാ ഒന്ന് മത്സരിച്ചേക്കാം, തൊക്കാണി തോറ്റോട്ടെ എന്ന് വരില്ല. എല്ലാവരും ജയിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. നമ്മൾ നമ്മുടെ എന്താ പറയുക കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നു, നമ്മുടെ പൊളിറ്റിക്സ് നമ്മൾ പറയുന്നു, ജയിക്കാൻ ശ്രമിക്കുന്നു. അതന്നെയാണ് പുള്ളി ശ്രമിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? ഇത്രേ ഉള്ളൂ. അന്ന് ആരും അത് വലിയ സംഭവമായിട്ട് എടുത്തില്ല, വലിയ വാർത്തയായില്ല. അത് തമിഴ്നാട്ടിൽ മാത്രം ഒരു പക്ഷേ ഒതുങ്ങി നിന്നേക്കാം. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇന്ന് മീഡിയ മുഴുവൻ അത് എന്താ പറയുക ഒപ്പിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ അത് വലിയ രീതിയിൽ പ്രചാരണം നേടുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രഹസനമായി തോന്നുന്നതാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.